പണ്ട് പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിച്ചിരുന്നു. അതൊരു വേനൽക്കാലമായിരുന്നു. കഠിനമായ ചൂടും മാസങ്ങളായി മഴ പെയ്യാത്ത അവസ്ഥയും ആളുകളെ വലച്ചു. അവരുടെ കൃഷിയെല്ലാം ഉണങ്ങിയില്ലാതാവുകയായിരുന്നു. ഗ്രാമം മുഴുവൻ വളരെ ദുഃഖത്തിലും മഴ പെയ്യുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. എന്നാൽ മഴ പെയ്തില്ല. എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഒരിക്കൽ ഗ്രാമവാസികളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. ഒരേ സമയത്ത് ഈ ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചതനുസരിച്ച് ഈ ഒരു കൃഷിക്കാരനും അയാളുടെ ഭാര്യയും മകളും പ്രാർത്ഥിക്കാനിരുന്നു. കൃഷിക്കാരൻ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. ഞങ്ങളുടെ കൃഷി നശിക്കുകയാണ്. അങ്ങ് ദയ തോന്നി ഉടനെ മഴ അയക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശേഷം കൃഷിക്കാരൻ പുറത്തേക്കിറങ്ങി. ഇത് കണ്ട് മകൾ ചോദിച്ചു, അപ്പാ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? ഞാൻ കുറച്ച് ജോലി ചെയ്യാൻ വയലിലേക്ക് പോവുകയാണ്. കൃഷിക്കാരൻ മറുപടി പറഞ്ഞു. മകൾ പിതാവിൻ്റെ അരികിലേക്ക് ഓടി വന്ന് ഞാനും കൂടെ വരുന്നുവെന്ന് പറഞ്ഞു. അവൾ വീട്ടിലേക്ക് ഓടി തിരിച്ച് ഒരു കുടയുമായി എത്തി. ഇത് കണ്ട് കൃഷിക്കാരൻ ചോദിച്ചു, നീ എന്തിനാണ് കുടയുമായി വന്നത്? നല്ല വെയിലാണല്ലോ, മഴയുടെ ഒരു ലക്ഷണവുമില്ല. കുട്ടി മറുപടി പറഞ്ഞു, നമ്മൾ ഇപ്പോൾ തന്നെ മഴയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചതേയുള്ളൂ. നമ്മൾ കുടയില്ലാതെ പോയാൽ മഴ പെയ്യുമ്പോൾ നനഞ്ഞു പോകും. ഇത് കേട്ട് കൃഷിക്കാരൻ ആശ്ചര്യപ്പെട്ടുപോയി. തൻ്റെ മകളുടെ വിശ്വാസത്തെക്കുറിച്ച് അയാൾ അത്ഭുതപ്പെട്ടു. നമ്മളും പലപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട് നിരാശരായി പോകാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ചാൽ പോലും ഉള്ളിൽ നിറയെ സംശയങ്ങളായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന വിശ്വാസമുള്ളവരാകാം. കാരണം വിശ്വാസത്തോടെയുള്ള പ്രവൃത്തി ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് നയിക്കുന്നു. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം.